ദൈവനാമത്തിൽ ഇത് ആരംഭിക്കുക എന്നുള്ളത് സ്വാഭാവികമല്ല. അതുകൊണ്ട് അങ്ങിത് പിൻവലിക്കണം എന്ന് പറഞ്ഞു. കാമത്ത് വഴങ്ങില്ല. കാമത്തൊന്നിനും വഴങ്ങില്ല കേട്ടോ. മിക്കവാറും എല്ലാ വകുപ്പുകൾക്കും ഭേദഗതി അവതരിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ എന്നുള്ള പേരല്ല വേണ്ടത്, ഭാരതം. അപ്പൊ അംബേദ്കറാണ് കൊണ്ടുവന്ന സജഷനാണ് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷുഡ് ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന ആദ്യ വാക്യം, ആർട്ടിക്കിൾ 1-1 വാക്യം അംബേദ്കറാണ് സജസ്റ്റ് ചെയ്യുന്നത്. അതിനും അദ്ദേഹം ഭേദഗതി വയ്ക്കുന്നു. ഇന്ത്യ എന്നുള്ളതല്ല ആദ്യം വേണ്ടത്, ഭാരതം എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. അതും ഒട്ടിനിട്ട് തള്ളുന്നുണ്ട്. അങ്ങനെ കാമത്ത് ഇത് സ്ഥിരം ഭേദഗതി കൊണ്ടുവരുന്ന ഒരാളാണ്. ഈ ഭേദഗതി അദ്ദേഹം പിൻവലിച്ചില്ല. പിന്നീട് ബംഗാളിൽ നിന്നൊരു അംഗമുണ്ട്, പൂർണിമ ബാനർജി എന്ന പേരായ ഒരു അംഗമുണ്ട്. അപ്പൊ അവര് പറയുന്ന കൗതുകമുള്ള ഒരു കാര്യം, ഭേദഗതി പിൻവലിക്കണം, അല്ലെങ്കിൽ അവര് പറഞ്ഞത് കൗതുകമുള്ള മറ്റൊരു കാര്യമാണ്, അല്ലെങ്കിൽ ദൈവത്തെ ഒട്ടിനിടേണ്ടി വരും. അങ്ങനെ ദൈവത്തെ ഒട്ടിനിടുന്നത് ദൈവത്തിനും നല്ലതല്ല, നാട്ടുകാർക്കും നല്ലതല്ല എന്നുള്ളത് കൊണ്ട് പിൻവലിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം പിൻവലിച്ചില്ല. അവസാനം വോട്ടിനിട്ട് 43 വോട്ടോ മറ്റാണ് ദൈവത്തിന് കിട്ടിയത്. 68 വോട്ട് നാട്ടുകാർക്ക് കിട്ടി. അങ്ങനെ ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊരു സൂചന കൂടിയാണ്. വാസ്തവത്തില് ദൈവത്തെ വോട്ടിനിട്ട് പരാജയപ്പെടുത്തിയിട്ടാണ് വാസ്തവത്തിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് ഈ രാഷ്ട്രത്തിന്റെ സ്വഭാവ നിർവചനം പോലെയുള്ള ഒരാദ്യ വാക്യം അംഗീകരിക്കപ്പെട്ടത്. അങ്ങനെ ധാരാളം വിശദാംശങ്ങൾ നമുക്ക് ഈ ഭരണഘടനാ അസംബ്ലി ചർച്ചകളിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ചർച്ചകളുടെ സന്ദർഭത്തിലാണ് അംബേദ്കർ ഈ കരട് അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഈ ഭരണഘടന ധാരാളമായി 35-ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് ആശയങ്ങൾ സ്വീകരിച്ചു എന്ന കാര്യത്തോട് പ്രതികരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താൻ ഈ ആശയങ്ങൾ ധാരാളമായിട്ട് 35-ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. അവയൊന്നും എന്താ പറയുക, ഭരണഘടനാപരം എന്ന് പറയാവുന്ന കാര്യങ്ങളല്ല, മറിച്ച് ഭരണനിർവഹണപരമാണ്, അഡ്മിനിസ്ട്രേറ്റീവാണ്. സാധാരണ നിലയിൽ അഡ്മിനിസ്ട്രേറ്റീവായ കാര്യങ്ങൾ, സൂചനകൾ ഭരണഘടനയുടെ ഭാഗമാവേണ്ടതല്ല. അത് എക്സിക്യൂട്ടീവിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്, ലെജിസ്ലേച്ചറാണ് അതെല്ലാം വ്യവസ്ഥപ്പെടുത്തേണ്ടത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് അവിടെയാണ് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്നൊരാശയം, ഭരണഘടനാപരമായ ധാർമ്മികത എന്ന ആശയം. ആ ആശയം അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ട് പറയുന്നത്, ഇന്ത്യയെ സംബന്ധിച്ച് ഭരണഘടനാ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി ഭരണനിർവഹണം നടക്കുക എന്നുള്ളത് സ്വാഭാവികമല്ല. കാരണം ഭരണഘടനാ മൂല്യങ്ങൾ എന്ന് പറയുന്ന ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളായിട്ടുള്ള സ്വാതന്ത്ര്യത്തെയോ ജനാധിപത്യത്തെയോ സാഹോദര്യത്തെയോ സമത്വഭാവത്തെയോ ഒന്നും ഉൾക്കൊള്ളുന്നതല്ല ഇന്ത്യൻ സമൂഹം പരമ്പരാഗതമായി. മറിച്ച് ജാതീയമായി തട്ടുതിരിക്കപ്പെട്ടതും മനുഷ്യർക്കിടയിലെ അസമത്വത്തെ, അതിപ്രാകൃതമായ അസമത്വത്തെ സ്വാഭാവികമെന്ന് കരുതി കൊണ്ടു നടക്കുന്നതുമാണ് ഇന്ത്യൻ സമൂഹം നൂറ്റാണ്ടുകളായി. അതുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയുന്നത് എന്താ പറഞ്ഞ, ഒരു കുഴഞ്ഞ മണ്ണിൽ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഒരു കൂടാരാണ്, എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്നതാണ്. അതുകൊണ്ട് ഭരണനിർവഹണത്തിന്റെ ഓരോ വിശദാംശങ്ങളും ഭരണഘടനാപരമായി തന്നെ ഉറപ്പിച്ചില്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നിലനിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഭരണനിർവഹണപരമായ കാര്യങ്ങൾ മറ്റു ഭരണഘടനകൾ ഇല്ലാത്ത പോലെ നമുക്ക് സ്വീകരിക്കേണ്ടി വരും, നമ്മുടെ ഭരണഘടനയുടെ ഭാഗമാക്കേണ്ടി വരും. അതുകൊണ്ട് ബൃഹത്തായ ഒരു ഭരണഘടന ഇന്ത്യക്ക് ആവശ്യമായി തീരുന്നത് അതുകൊണ്ടാണ് എന്ന കാര്യം അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിലാണ് ഒരുപക്ഷെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്ന ആശയം അദ്ദേഹം മുഖ്യമായിട്ടും ഭരണഘടനാ ചർച്ചയിൽ അവതരിപ്പിക്കുന്നത്. അതിൽ അദ്ദേഹം സൂചിപ്പിച്ച ജോർജ് ഗ്രോട്ട് എന്ന് പറയുന്ന 19-ാം നൂറ്റാണ്ടിലെ വളരെ പ്രധാനപ്പെട്ട ഭരണഘടനാ ചിന്തകന്മാരിൽ ഒരാൾ, അഥീനിയൻ ഡെമോക്രസിയെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആലോചനകളാണ് ഈ ഭരണഘടനാ ധാർമ്മികത എന്ന സങ്കല്പവുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സമൂഹം ആ സമൂഹത്തിൽ ഭരണഘടനാ മൂല്യങ്ങൾ ആകുന്നത്ര വ്യാപിച്ചില്ലെങ്കിൽ, ഭൂരിപക്ഷം പേരുടെ ഇടയിലല്ല, സമൂഹത്തിൽ അപ്പാടെ ഭരണഘടനാ മൂല്യങ്ങൾ വ്യാപിച്ചില്ലെങ്കിൽ, അത് താഴേക്ക് എത്തിയില്ലെങ്കിൽ, അതിന് വഴങ്ങാതെ നിൽക്കുന്ന ഒരു ചെറു ന്യൂനപക്ഷം പോലും ഭരണഘടനാ വാഴ്ചയെ അട്ടിമറിക്കാൻ കൽപ്പുള്ളവരായിട്ട് അവശേഷിക്കും. അതുകൊണ്ട് ഭരണഘടനാ മൂല്യങ്ങളുടെ വ്യാപനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് അദ്ദേഹം പറയുകയും, ഈ ഭരണഘടനാ മൂല്യങ്ങളുടെ വ്യാപനം സ്വാഭാവികമായി നടക്കാൻ വളരെ പ്രയാസമുള്ളൊരു സമൂഹമാണ് നമ്മുടേത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായൊരു വൈരുദ്ധ്യം
ഭരണഘടനാപരമായ മൂല്യങ്ങളെ നിലനിർത്താൻ പറ്റാത്ത നിലയിലുള്ള ഒന്നാണ് എന്ന കാര്യം അദ്ദേഹം അപ്പോഴേ സൂചിപ്പിക്കുന്നുണ്ട്. അന്ന് അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം ഇന്ന് ചിലപ്പോൾ കൂടുതൽ ശരിയാണ്. പൊളിറ്റിക്കൽ മെജോറിറ്റിയും കമ്മ്യൂണൽ മെജോറിറ്റിയും എന്ന ആശയം. കമ്മ്യൂണൽ മെജോറിറ്റിയെ നിങ്ങൾക്ക് ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റില്ല, പൊളിറ്റിക്കൽ മെജോറിറ്റിയെ നിങ്ങൾക്ക് ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പൊളിറ്റിക്കൽ മെജോറിറ്റിയുടെ മറപറ്റി കമ്മ്യൂണൽ മെജോറിറ്റി ഉയർന്നു വരാമെന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു സവിശേഷതയാണ് എന്ന് അദ്ദേഹം പറയുന്ന കാലത്ത് അദ്ദേഹം എന്താണോ കരുതിയിരുന്നത് അതിനേക്കാൾ എത്രയോ മാരകമായ നിലയിൽ ഇന്ന് പൊളിറ്റിക്കൽ മെജോറിറ്റി കമ്മ്യൂണൽ മെജോറിറ്റി ആയിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹം ആ സന്ദർഭത്തിൽ ഈ ജോർജ് ഗ്രോട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് ഭരണഘടനാപരമായ ധാർമ്മികത എന്ന് പറയുന്ന ആശയത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം 2-3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഞാനൊരു ഭാഗം അതിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറയാം. അദ്ദേഹം പറയുന്നത്, while everybody recognizes the necessity of the diffusion of the constitutional morality for the peaceful working of a democratic constitution, there are two things interconnected with it which are not unfortunately generally recognized. One is that the form of administration had a close connection with the form of constitution. The form of administration must be appropriate to and in the same sense as the form of the constitution. The other is that it is perfectly possible to prevent the constitution without changing its form by merely changing the form of the administration and to make it inconsistent and opposite to the spirit of the constitution. Ambedkar ഉപയോഗിക്കുന്ന വാക്കാണ് സ്പിരിറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. അപ്പം അദ്ദേഹം 2 കാര്യങ്ങളാണ് ഇവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞത്. എല്ലാവരും ഭരണഘടനയുടെ അർത്ഥപൂർണമായ വിനിയോഗത്തിന് ഭരണഘടനാ മൂല്യങ്ങൾ വ്യാപിക്കണം, സമൂഹത്തിലാകെ വ്യാപിക്കണമെന്ന് പറയുന്നു. പക്ഷെ 2 ഗുരുതരമായ അപകടങ്ങളെ വേണ്ട പോലെ നാം പരിഗണിക്കുന്നില്ല. ഇത് 46-ലാണ് കേട്ടോ, ഈ ചർച്ചയുടെ അവതരണ സന്ദർഭത്തിൽ പറയുന്നതാണ്. അതിൽ ഒന്നാമത്തേത് അഡ്മിനിസ്ട്രേറ്റീവായ ലോജിക്കും കോൺസ്റ്റിറ്റ്യൂഷണലായ മൊറാലിറ്റിയും തമ്മിൽ ഒത്തുപോകണം. ഭരണനിർവഹണത്തിൻ്റെ രീതിയും ഭരണഘടനാ മൂല്യങ്ങളും തമ്മിൽ പരസ്പര ബന്ധമുണ്ടാവും. ഇന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഭരണനിർവഹണം കൊണ്ട് തന്നെ ഭരണഘടനയെ റദ്ദാക്കാനാകും എന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ഇന്ന് കഴിയുന്നത്. അംബേദ്കർ അന്നേ സൂചിപ്പിക്കുന്നുണ്ട്, ഭരണഘടനാ മൂല്യങ്ങൾ വ്യാപിക്കണമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഈ 2 അപകടങ്ങളുണ്ട്. ഭരണനിർവഹണം, അഡ്മിനിസ്ട്രേറ്റീവായ പ്രക്രിയ ഭരണഘടനാ മൂല്യങ്ങൾക്ക് നിരക്കുന്നതാകണം, അത് ഉറപ്പിക്കാനായിട്ട് കഴിയണം. അല്ലെങ്കിൽ ഭരണഘടനയെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ റദ്ദാക്കാനായിട്ട് ഈ സംവിധാനത്തിന് കഴിയും. വാസ്തവത്തിൽ 46-ല് ഈ കരട് അവതരിപ്പിച്ചുകൊണ്ട് അംബേദ്കർ നടത്തുന്ന ഈ നിരീക്ഷണങ്ങൾ ഇന്ന് എത്രയോ വലിയ അളവിൽ നമ്മെ സ്പർശിക്കുന്ന യാഥാർത്ഥ്യമായി കഴിഞ്ഞു എന്നതാണ് വസ്തുത. അപ്പോൾ ഇവിടെ ഒരു ഇന്ത്യയിൽ സഹജമായി ജനാധിപത്യത്തിന് നിലനിൽക്കാനുള്ള വേരില്ല എന്ന വസ്തുത അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം സഹസ്രാബ്ദങ്ങൾ കൊണ്ട് വികസിച്ചു വന്ന ഇന്ത്യയിലെ ജാതിബന്ധങ്ങൾ ജനാധിപത്യത്തെ അടിസ്ഥാനപരമായിട്ട് മാറ്റുന്നുണ്ട്. ആ മാറ്റിയ സവിശേഷതയെ തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിക്കാൻ കൂടി ശ്രമിച്ചാൽ മാത്രമേ വാസ്തവത്തിൽ ഭരണഘടനയ്ക്ക് ഇന്ത്യയിൽ നിലനിൽക്കാൻ കഴിയും. വാസ്തവത്തിൽ ആ പ്രതിരോധ ശ്രമം അദ്ദേഹം പലതലങ്ങളിൽ വിഭാവനം ചെയ്യുന്നുണ്ട്. അതെല്ലാം അദ്ദേഹത്തിന് ഭരണഘടനയിൽ ഉൾപ്പെടുത്താനായിട്ടൊന്നും കഴിഞ്ഞില്ല. ഇപ്പോൾ ഇന്ത്യയിലെ കൃഷിഭൂമി മുഴുവൻ പൊതു ഉടമസ്ഥതയിലാകണം എന്ന് അംബേദ്കർ വാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വ്യവസായങ്ങളെല്ലാം ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലാകണം എന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു സ്റ്റേറ്റ് സോഷ്യലിസത്തിന്റെ പൊസിഷനാണ് അദ്ദേഹം എടുക്കുന്നത്. പക്ഷെ അതൊന്നും ഭരണഘടനയിൽ ഉൾപ്പെടുത്താനായിട്ട് ഭരണഘടനാ അസംബ്ലി പൊതുവെ സമ്മതിച്ചില്ല. ഒരുപക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ പാർലമെന്റിൽ അംഗങ്ങളാകാവുന്ന സവർണ ഹിന്ദുക്കളുടെ എണ്ണം നിജപ്പെടുത്തണം എന്ന നിർദ്ദേശം അദ്ദേഹം വയ്ക്കുന്നു. കാരണം അല്ലെങ്കിൽ മെജോറിറ്റേറിയനിസം ഡെമോക്രസിയുടെ വേഷത്തിൽ വരും. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഇതറിയാം, കഴിഞ്ഞ UP തെരഞ്ഞെടുപ്പിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UPയിൽ 80 സീറ്റുണ്ട്. UP ജനസംഖ്യയിൽ ഏതാണ്ട് 15-20% മുസ്ലിങ്ങളാണ്. ഈ 80 പേര് ജയിച്ചതിൽ ഒരാൾ പോലും മുസ്ലിമായിട്ടില്ല.
ഇങ്ങനെ ഭരണഘടന നിലനിൽക്കെ തന്നെ, തെരഞ്ഞെടുപ്പുകൾ നിലനിൽക്കെ തന്നെ, ആ തെരഞ്ഞെടുപ്പുകളും ഭരണഘടനാ സംവിധാനങ്ങളും ഒക്കെ നിലനിൽക്കെ തന്നെ അതിനുള്ളിലൂടെ മെജോറിറ്റേറിയനിസത്തെ വളർത്തിക്കൊണ്ടുവരാനും ഭരണഘടനയെ അട്ടിമറിക്കാനും കഴിയും. അതുകൊണ്ട് അംബേദ്കർ വാസ്തവത്തിൽ അദ്ദേഹം ജാതി ശ്രേണിയുടെ ഈ ഹീനതകളെയും അതിൻ്റെ ഭാഗമായിട്ടാണ് മെജോറിറ്റേറിയനിസം എന്ന് പറയുന്നതിനെതിരായ കരുതലാണ് വാസ്തവത്തിൽ ജനാധിപത്യത്തിൻ്റെ കാതൽ എന്ന ഒരു പൊസിഷൻ എടുക്കുകയും ആ പൊസിഷനെ ഭരണഘടനാ സങ്കല്പവുമായിട്ട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇപ്പൊ സമീപകാലത്ത് ഭരണഘടനയെ കുറിച്ച് ഇറങ്ങിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം ഗൗതം ഭാട്ടിയയുടെ ട്രാൻസ്ഫോർമേറ്റീവ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഗ്രന്ഥം ഉണ്ടായി, പരിവർത്തനോന്മുഖമായ ഭരണഘടന. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ അംഗങ്ങളായ 400-ഓളം പേരിൽ മഹാഭൂരിപക്ഷം പേരും ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കളാണ്. കുറച്ചുപേരെ അല്ലാത്തവരുള്ളൂ. അംബേദ്കറെ പോലെ നേരിട്ട് ദേശീയ പ്രസ്ഥാനത്തിന്റെ മുൻനിരയിൽ ഇല്ലാത്ത ചിലര് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കളാണ്. പക്ഷെ ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയുടെ സ്വഭാവം ദേശീയ പ്രസ്ഥാനത്തിന്റെ വീക്ഷണത്തിന്റെ അതേപടിയുള്ള ആവർത്തനമല്ല. കാരണം ദേശീയ പ്രസ്ഥാനം വേണ്ട പോലെ ഉൾക്കൊള്ളാതിരിക്കുകയോ വേണമെങ്കിൽ അവഗണിക്കുക പോലുമോ ചെയ്ത ചില അടിസ്ഥാന മൂല്യങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ വളരെ പ്രധാനപ്പെട്ട മൂല്യങ്ങളായി തീർന്നു. അതിൽ ഏറ്റവും പ്രധാനമാണ് ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന സങ്കല്പത്തെ ജനാധിപത്യവുമായി ഘടിപ്പിച്ചത്. കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് ഭൂരിപക്ഷഹിതമാണ് എന്ന് സങ്കല്പിച്ചാൽ ജനാധിപത്യം ഫാഷിസത്തിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ്. മറിച്ച് ജനാധിപത്യത്തെ, ഇപ്പം അംബേദ്കർ ജനാധിപത്യത്തെ വിശദീകരിക്കുന്ന ഒരു സവിശേഷമായ രീതി വ്യത്യസ്തരായിരിക്കാനും വ്യത്യസ്തതയുടെ പേരിൽ വേട്ടയാടപ്പെടാതിരിക്കാനുമുള്ള അവകാശമാണ് ജനാധിപത്യം എന്നാണ്. അതുകൊണ്ട് നിങ്ങളുടെ വ്യത്യസ്തതകളെ നിലനിർത്താൻ ഒരു സമുദായത്തിന്, സമൂഹത്തിന് എത്ര ശേഷിയുണ്ടോ അത്രത്തോളമാണ് ജനാധിപത്യമായിരിക്കുന്നത്. ഭൂരിപക്ഷഹിതത്തിന്റെ നിർവഹണമല്ല, ഭൂരിപക്ഷമല്ലാതിരിക്കാനുള്ള ശേഷിയിലാണ് ജനാധിപത്യം എന്ന നിർവചനത്തിലേക്ക് അദ്ദേഹം നീങ്ങുന്നത് ഈ മെജോറിറ്റേറിയനിസം ഡെമോക്രസിയായി മാറാനുള്ള വലിയൊരു ആപത്ത് സാധ്യത ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് കണ്ടിട്ടാണ്. ഗൗതം ഭാട്ടിയ പറയുന്ന കാര്യം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അതിന് വെർട്ടിക്കലും ഹൊറിസോണ്ടലുമായിട്ടുള്ള പരിവർത്തന ശേഷിയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വെർട്ടിക്കലായിട്ടുള്ള പരിവർത്തന ശേഷി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കോളനി ഭരണത്തിൽ നിന്ന് തദ്ദേശീയ സമൂഹത്തിന്റെ കയ്യിലേക്ക് ഭരണനിർവഹണം എത്തിച്ചേരുന്നു. എളുതായിട്ട് പറഞ്ഞാൽ പ്രജകൾ, പഴയ പ്രജകൾ പുതിയ പൗരത്വം കൈയാളുന്നു. ഫ്രം ദ സബ്ജക്ട്സ് ടു ദ സിറ്റിസൺ എന്ന നിലയിലേക്ക് മാറ്റം വരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, വോട്ടവകാശം വരുന്നു, മൗലികാവകാശങ്ങൾ വരുന്നു, അഭിപ്രായ സ്വാതന്ത്ര്യം വരുന്നു, സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം വരുന്നു, അതുപോലെ സംഘടിതമായി തൻ്റെ ആശയങ്ങൾ ആവിഷ്കരിക്കാനുള്ള അവകാശം വരുന്നു. ഇതെല്ലാം ഒരു വെർട്ടിക്കൽ ട്രാൻസ്ഫോർമേഷനാണ്. കോളനി അധികാരത്തിലെ സബ്ജക്ട്സിന്, പ്രജകൾക്ക് ഇല്ലാതിരുന്ന ആധുനിക രാഷ്ട്രത്തിലെ പൗരസമൂഹത്തിന് ഉള്ള അവകാശ അധികാരങ്ങളൊക്കെ ഈ വെർട്ടിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് പവർ എന്ന നിലയിൽ ഈ ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു തലത്തെ ഉൾക്കൊള്ളുന്നതാണ് എന്ന് പറയാം. ഇത് ദേശീയ പ്രസ്ഥാനത്തിലെ ഏതാണ്ട് മുഖ്യധാര മുമ്പോട്ട് വെച്ച ഒരു കാഴ്ചപ്പാടിൻ്റെ ആവിഷ്കാരമാണ്. കാരണം കോളനി ഭരണത്തിൽ നിന്ന് രാഷ്ട്രീയ അധികാരം സമ്പൂർണ്ണമായി തദ്ദേശീയ ജനതയുടെ കയ്യിൽ വരിക, തദ്ദേശീയ ജനതയ്ക്ക് സ്വാധികാരവും സ്വന്തം സ്വയം നിർണയ അവകാശവും ഒക്കെ കൈവരിക, അത്തരത്തിലൊരു ധർമ്മം നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഫലപ്രദമായി നിറവേറ്റുന്നുണ്ട് എന്ന് ഭാട്ടിയ പറയുന്നുണ്ട്. അതിനെയാണ് അദ്ദേഹം വെർട്ടിക്കലായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. പക്ഷെ അതേസമയം തന്നെ അംബേദ്കറുടെ മുൻകൈയിലൂടെ ഒരു ഹൊറിസോണ്ടൽ ട്രാൻസ്ഫോർമേഷൻ, ഒരു തിരശ്ചീന തലത്തിലുള്ള ഒരു പരിവർത്തനവും നമ്മുടെ ഭരണഘടനാ സംവിധാനത്തിനകത്ത് നടന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് ഇന്ത്യൻ സമൂഹത്തെ ആഭ്യന്തരമായി എങ്ങനെ പുനഃസംഘടിപ്പിക്കണം എന്നതിനെ കുറിച്ചുള്ള ആഴമേറിയ നിർദ്ദേശങ്ങളെ, സൂചനകളെ, അതിനുള്ള വകുപ്പുകളെ നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായി ഉൾച്ചേർക്കുകയാണ്. ഉദാഹരണത്തിന് ആർട്ടിക്കിൾ 17 അയിത്തത്തെ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കുന്നു. അയിത്തം മൂലമുണ്ടാകുന്ന എല്ലാ സാമൂഹികമായ വിവേചനങ്ങളും നിയമപരമായ കുറ്റകൃത്യത്തിന്റെ പട്ടികയിലാണ് പെടുക എന്ന് ആർട്ടിക്കിൾ 17 പ്രഖ്യാപിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിർബന്ധിതമായ സേവനം, ജാതിയുടെയോ മറ്റോ പേരിലുള്ള നിർബന്ധിതമായ തൊഴിൽ, അത് തെറ്റാണ്, കുറ്റകൃത്യമാണ് എന്ന് പറയുന്നുണ്ട്.
അങ്ങനെ അയിത്തത്തെ, ജാതീയമായ വിവേചനങ്ങളെ, സാമൂഹ്യ അസമത്വങ്ങളെ ഒക്കെ ഭരണഘടനാപരമായി കുറ്റകൃത്യങ്ങളായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ സമൂഹം സഹസ്രാബ്ദങ്ങൾ കൊണ്ട് വികസിപ്പിച്ചെടുത്ത മൂല്യവ്യവസ്ഥയെ ഭരണഘടനാപരമായി തിരുത്താനുള്ള ഒരാഭ്യന്തര ഊർജം വാസ്തവത്തിൽ ഈ ഭരണഘടന നിലനിർത്തുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഭരണഘടന ഒരു ലീഗൽ ഡോക്യുമെന്റ് എന്നതിൽ നിന്ന് ഒരു എത്തിക്കൽ ഡോക്യുമെന്റായി മാറുന്ന പോയിന്റ് അവിടെ വെച്ചാണ്. ഭരണഘടന ഒരു നിയമപ്രമാണം മാത്രമല്ല, ഭരണഘടന ഒരു നൈതിക പ്രമാണമായി, ഒരു എത്തിക്കോ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് എന്ന നിലയിലേക്ക് ഭരണഘടന പരിണമിക്കുന്ന ഒരു സന്ദർഭമാണ്. ഈ പരിണാമ സന്ദർഭമാണ് ജനാധിപത്യത്തെ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്ന സങ്കല്പവുമായി ചേർത്ത് വെച്ചുകൊണ്ട് അംബേദ്കർ വികസിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. അത് വാസ്തവത്തിൽ ഇന്ത്യയിലെ സ്വാതന്ത്ര്യം എന്നതിന് അദ്ദേഹം 3 തലത്തിലുള്ള ഒന്നായിട്ട് കാണുന്നുണ്ട്. അത് സോഷ്യൽ ഫ്രീഡം, പൊളിറ്റിക്കൽ ഫ്രീഡം ആൻഡ് എക്കണോമിക് ഫ്രീഡം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പദാവലികളിൽ പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഡെമോക്രസി, സോഷ്യൽ ഡെമോക്രസി ആൻഡ് എക്കണോമിക് ഡെമോക്രസി എന്ന് പറയുന്നത്. രാഷ്ട്രീയ ജനാധിപത്യം കൊണ്ട് മാത്രം ജനാധിപത്യത്തിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. സാമൂഹ്യ ജനാധിപത്യത്തിന്റെയും സാമ്പത്തിക ജനാധിപത്യത്തിന്റെയും അഭാവത്തിൽ ജനാധിപത്യം നിരർത്ഥകമാണ്. അതുകൊണ്ട് ജനാധിപത്യത്തിന്റെ അടിപ്പടവേതാണ്. ജനാധിപത്യത്തിന്റെ അടിപ്പടവായിട്ട് അദ്ദേഹം ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്നുള്ള സങ്കല്പത്തെ കൊണ്ടുവരുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വഴിമാറലാണ്. കാരണം സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ഉള്ളപ്പോൾ മാത്രമാണ് ജനാധിപത്യം അർത്ഥപൂർണ്ണമാകുന്നത്. അതോടെ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു സാങ്കേതികമായ ഭൂരിപക്ഷ ഹിതം എന്നതിൽ നിന്ന് ഒരു ജനതയുടെ ജീവിതത്തിൽ അവർ പാലിക്കേണ്ടുന്ന സാമൂഹികമായ, നൈയാമികമായ, നൈതികമായ മൂല്യവ്യവസ്ഥയായിട്ട് ജനാധിപത്യത്തെ മാറ്റും. കാരണം ഇങ്ങനെ ഒരു മൂല്യത്തിന്റെ അഭാവത്തിൽ ഇന്ത്യൻ സമൂഹത്തിന് തുല്യതയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹമാകാൻ കഴിയില്ല. അതുകൊണ്ട് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൈവരുന്ന സമയത്ത് ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യ എങ്ങനെ ഭരണനിർവഹണം നടത്തണം, അതിൻ്റെ രാഷ്ട്രസ്വരൂപം എന്തായിരിക്കണം എന്നതിൻ്റെ ഡോക്യുമെന്റ് മാത്രമായിട്ടല്ല, മറിച്ച് അങ്ങനെ നിലവിൽ വരുന്ന ഇന്ത്യ യഥാർത്ഥത്തിൽ സ്വതന്ത്രമാകാൻ അകമേ എങ്ങനെ പരിണമിക്കണം എന്നതിൻ്റെ കൂടി ഡോക്യുമെന്റാണ് ഇന്ത്യ. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. വർട്ടിക്കലായ സാധാരണ നിലയിൽ ഒരു ഭരണഘടന, ഇപ്പോ കോളനി രാജ്യങ്ങളിലൊക്കെ ഭരണഘടന ഉണ്ടാവുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കൈയൊഴിഞ്ഞു പോകുന്ന കോളനി രാഷ്ട്രം മിക്കവാറും ഒരു സഭ സമ്മേളിച്ചോ അല്ലാതെ ഒരു ഭരണഘടന ഉണ്ടാക്കി ഏൽപ്പിച്ചിട്ട് പോവുകയാണ് ചെയ്യുക. അല്ലാതെ ഇന്ത്യ അതൊന്നുമല്ല ചെയ്യുന്നത്. ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടാക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്നുള്ള ആശയം കൗതുകമുള്ള ഒരു കാര്യമാണ്. ഇത് ആദ്യം മുമ്പോട്ട് വയ്ക്കുന്ന എം.എൻ. റോയാണ്. 1934 എം.എൻ. റോയാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിക്കണമെന്ന നിർദ്ദേശം ആദ്യമായിട്ട് മുമ്പോട്ട് വയ്ക്കുന്നത്. എന്ന് മാത്രമല്ല 1944 അദ്ദേഹം സ്വന്തമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തയ്യാറാക്കി നാട്ടുകാർക്ക് കൊടുക്കുകയും ചെയ്തു. നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ലെങ്കിൽ നെഹ്റുവും റോയും തമ്മിൽ ഇതേക്കുറിച്ച് സംഭാഷണം നടത്തുന്നുണ്ട്. നെഹ്റു റോയോട് പറയുന്നുണ്ട്, ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്നുള്ള ആശയത്തിന്റെ വലിപ്പം പൊതുവിൽ ഇന്ത്യൻ ലീഡർഷിപ്പിന് മനസ്സിലായിട്ടില്ല എന്ന കാര്യം അവർ തമ്മിലുള്ള സംഭാഷണത്തിൽ പറയുന്നുണ്ട്. 1944 അദ്ദേഹം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ തയ്യാറാക്കുന്നുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ രേഖ സൂചിപ്പിക്കുകയുണ്ടായി. അത് പൊടുന്നതിനും ഉണ്ടായതൊന്നുമല്ല കേട്ടോ. ഏതാണ്ട് ഒരു അരനൂറ്റാണ്ട് കാലത്തെ ചരിത്രമുണ്ട്. ഇപ്പൊ 1895 സ്വരാജ് ബില്ല് എന്ന പേരിൽ ഒരു ചെറിയ രൂപരേഖ ആധുനിക ഇന്ത്യയെ സംബന്ധിച്ച് വരുന്നുണ്ട്. ഏതാണ്ട് ഭരണഘടനാ നിർമ്മാണത്തിന്റെ ആദ്യത്തെ രൂപം, ഒന്നാമത്തെ ചുവട് അതാണെന്ന് പറയാം. പിന്നെ 1927 നെഹ്റു റിപ്പോർട്ട്, സൈമൺ കമ്മീഷൻ ബഹിഷ്കരണത്തിന്റെ സന്ദർഭത്തില് സൈമൺ കമ്മീഷനിൽ ഇന്ത്യക്കാരും അംഗങ്ങളായിട്ടുണ്ടായില്ല. ഇന്ത്യക്ക് സ്വതന്ത്രാധികാരം നൽകുന്നതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് സൈമൺ കമ്മീഷനെ വെച്ചത്. പക്ഷെ കമ്മിറ്റി അംഗങ്ങളായിട്ട് ഇന്ത്യക്കാരായില്ല. അങ്ങനെ വന്നപ്പോൾ അത് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. അന്ന് ബ്രിട്ടീഷ് പ്രഭുക്കളിൽ ഒരാള് പരിഹാസപൂർവ്വം പറഞ്ഞതാണ്, അങ്ങനെയാണെങ്കിൽ ഒരു ഭരണഘടന ഉണ്ടാക്കാൻ പറ്റുന്ന ഇന്ത്യക്കാർ സ്വയം തെളിയിക്കട്ടെ. അപ്പൊ ആ വെല്ലുവിളി ഏറ്റെടുത്തിട്ടാണ് മോട്ടിലാൽ നെഹ്റു ചെയർമാനായിട്ടും ജവഹർലാൽ നെഹ്റു സെക്രട്ടറി ആയിട്ടും ഒക്കെയുള്ള തേജ് ബഹാദൂർ സപ്രുവും ജയ്ക്കറും ഒക്കെയുള്ള ഒരു കമ്മിറ്റിയാണ് ഈ നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ മറ്റൊരു അടിസ്ഥാനമാകുന്നത് അതാണ്. പിന്നെ 1925 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് സോഷ്യലിസ്റ്റ് പാർട്ടി ഒരു കരട് വേറെ ഉണ്ടാക്കുന്നുണ്ട്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നുണ്ട്. 1944 എം.എൻ. റോയുടെ കരട് വരുന്നുണ്ട്. 1946 എ ഗാന്ധിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഫ്രീ ഇന്ത്യ എന്ന പേരിൽ
നാരായൺ അഗർവാൾ എന്ന പേരായ ഒരാള് ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ കരട് തയ്യാറാക്കുന്നുണ്ട്. ഇതിന്റെ ഒക്കെ തുടർച്ചയിലാണ് 46 മുതൽ 49 വരെയുള്ള 3 വർഷക്കാലം കൊണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. അതുകൊണ്ട് ദീർഘമായ ഒരു പരിണാമ ചരിത്രമുണ്ട്. ഈ ഓരോ ഘട്ടത്തിലും എന്താണ് ഇന്ത്യ എന്നുള്ള ആശയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, വാദങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്, എതിർവാദങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഈ വാദങ്ങളും എതിർവാദങ്ങളെയും സംബന്ധിച്ച് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, താർക്കികമായി ചില പണ്ഡിതന്മാരുണ്ടാക്കിയ വാദങ്ങൾ എതിർവാദങ്ങളുമല്ല, മറിച്ച് എന്താണ് ഇന്ത്യ എന്നുള്ളതിനെ കുറിച്ച് 19-ാം നൂറ്റാണ്ട് അവസാനം മുതൽ നിർണായകമായ ചില സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യയുടെ ദേശീയതാ സങ്കല്പം 19-ാം നൂറ്റാണ്ട് അവസാനം വികസിച്ചു വരുമ്പോൾ ഇന്ത്യൻ ദേശീയതയുടെ പരിണാമ ചരിത്രം വിശദമായിട്ട് പഠിച്ച ഒരാളാണ് AR ദേശായി. സോഷ്യൽ ഫൗണ്ടേഷൻസ് ഓഫ് ഇന്ത്യൻ നാഷണലിസം എന്ന അദ്ദേഹത്തിന്റെ വളരെ പ്രാമാണികമായ ഗ്രന്ഥം. അതിൽ അദ്ദേഹം 5 ഘട്ടങ്ങൾ ഇന്ത്യൻ ദേശീയതയ്ക്ക് നിർദ്ദേശിക്കുന്നുണ്ട്. 1-ാം ഘട്ടമായിട്ട് അദ്ദേഹം പറയുന്നത് 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിൽ ദശകങ്ങളിൽ ഇന്ത്യയിലെ മധ്യവർഗം, ഉപരിവർഗവും മധ്യവർഗവും ഒക്കെ വിദ്യാഭ്യാസമൊക്കെ നേടി ഒരുപക്ഷെ വക്കീലന്മാര്, ജഡ്ജിമാര്, ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഉപരിമധ്യവർഗത്തിന്റെ ഒരു രാഷ്ട്രീയ ഭാവന എന്ന നിലയ്ക്കാണ് ദേശീയത ആദ്യമായിട്ട് രൂപപ്പെടുന്നത്. ഇതിന് രണ്ടാമത് ഒരു മെറ്റീരിയൽ ഫൗണ്ടേഷൻ കിട്ടുന്നത് ഇന്ത്യയിലെ മർക്കന്റൈൽ ബൂർഷ്വാസി, ചുങ്കത്തെ ചൊല്ലി, ടാക്സേഷനെ ചൊല്ലി ഇന്ത്യയിലെ വാണിജ്യ ബൂർഷ്വാസിയും ബ്രിട്ടീഷ് ഉടമസ്ഥരും ബ്രിട്ടീഷ് കോളനി ഭരണാധികാരികളും തമ്മിലുള്ള സംഘർഷമാണ്. കാരണം ചുങ്കം ചുമത്തുന്നത് ഇന്ത്യയിലെ വാണിജ്യ മുതലാളിത്തത്തിന്റെ വളർച്ചയെ പല നിലയ്ക്ക് തടയാൻ തുടങ്ങി, തടസ്സപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ വാണിജ്യ മുതലാളിത്തം ദേശീയതയെ തങ്ങളുടെ ഒരു രാഷ്ട്രീയ അടിസ്ഥാനമായി സ്വാംശീകരിക്കാൻ തുടങ്ങുന്നത് ഈ ബ്രിട്ടീഷ് ഭരണവുമായിട്ടുള്ള കോൺഫ്ലിക്റ്റിന്റെ സന്ദർഭത്തിലാണ്. ഈ ആദ്യ 2 ഘട്ടങ്ങൾക്കുമുള്ള പൊതുവായ സവിശേഷത എന്താണെന്ന് വെച്ചാൽ അത് ഒരു അതിന്യൂനപക്ഷത്തിന്റെ ദേശീയതയാണ്. മഹാഭൂരിപക്ഷത്തിന് ദേശീയതയെ കുറിച്ചുള്ള കൺസേൺ ഒന്നുമില്ല. ഈ അതിന്യൂനപക്ഷത്തിൽ നിന്ന് ജനകീയമായൊരു ദേശീയതാ ഭാവനയിലേക്ക് ഇത് മാറുന്നത് 905 ബംഗാൾ വിഭജനത്തോടെയാണ്. ബംഗാൾ വിഭജനം വരുന്നു, സ്വദേശി പ്രസ്ഥാനം, അനുശീലൻ സമിതി, അങ്ങനെയുള്ള അരവിന്ദ ഘോഷ്, ലാലാ ലജ്പത് റായ്, ഇങ്ങനെ ധാരാളം പേര് വരികയും ദേശീയത ഒരു മേൽത്തട്ടിലെ ന്യൂനപക്ഷ വിചാരം എന്നതിൽ നിന്ന് കീഴ്ത്തട്ടിലെ ഒരു ജനവിചാരത്തിലേക്ക് എത്തിച്ചേരുന്നു. പക്ഷേ ഈ ജനവിചാരത്തിന്റെ സുപ്രധാനമായ ഒരു പരാധീനത, അല്ലെങ്കിൽ ഇന്ന് നമ്മെ വലയം ചെയ്യുന്ന അതിഭീമമായൊരു ഒരു തകരാറ് ഈ ജനകീയ വ്യാപനത്തിലുണ്ട്. അത് ദേശീയതയെ മതാത്മകമായിട്ടാണ് ഭാവന ചെയ്യുന്നത്. ദേശീയത മതാത്മകമായി ഭാവന ചെയ്യപ്പെട്ടു തുടങ്ങുന്നത് ഈ 3-ാം ഘട്ടത്തിലാണ്. അപ്പോഴാണ് തിലകനാണ് ഈ ഘട്ടത്തിലെ ദേശീയതയുടെ ഏറ്റവും ഉയർന്ന നേതാവ്. തിലകൻ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അദ്ദേഹം നവോത്ഥാനത്തിനെല്ലാം എതിരായിരുന്നു. എല്ലാ നവോത്ഥാന സംരംഭങ്ങൾക്കും, ഇപ്പൊ പെൺകുട്ടികളുടെ ബാല്യവിവാഹം നിരോധിക്കുന്നതിന് അദ്ദേഹം എതിരായിരുന്നു, അല്ലെങ്കിൽ വിധവാവിവാഹത്തിനെതിരായിരുന്നു, നവോത്ഥാനപരമായി ഉള്ള എല്ലാ പരിഷ്കരണ ശ്രമങ്ങൾക്കും തിലകനെതിരായിരുന്നു. പൊളിറ്റിക്കൽ ഫ്രീഡം ഫസ്റ്റ് എന്നതായിരുന്നു മൂപ്പരുടെ ഒരു മുദ്രാവാക്യം. രാഷ്ട്രീയ സ്വാതന്ത്ര്യം, ബാക്കിയൊക്കെ പിന്നെ നമുക്ക് വേണമെങ്കിൽ റിസോൾവ് ചെയ്യാം, രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്നതായിരുന്നു. ഇത് ഗാന്ധി ഒരു ഘട്ടത്തിൽ എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ അംബേദ്കറായിട്ടുള്ള സംഭാഷണ സന്ദർഭത്തിൽ ഗാന്ധി അംബേദ്കറോട് പറയുന്ന ഒരു വാക്യമുണ്ട്, താങ്കളുടെ ശ്രമങ്ങൾ നമ്മുടെ മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ വൈകിപ്പിക്കും. അപ്പൊ ഗാന്ധിജിയോട് അംബേദ്കർ പറഞ്ഞു, മിസ്റ്റർ ഗാന്ധി, വി ഡോണ്ട് ഹാവ് എ മദർലാൻഡ്, ഞങ്ങൾക്കൊരു മാതൃരാജ്യമില്ല. അത് ഗാന്ധി ഒരു ഞെട്ടിപ്പോയ വാക്യമാണ്. വാസ്തവത്തിൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ പൊസിഷനെ റീഓറിയന്റ് ചെയ്യാൻ സഹായിച്ച പ്രധാനപ്പെട്ട ഒരു വാചകം അതായിരുന്നു, ഞങ്ങൾക്കൊരു മാതൃരാജ്യമില്ല. വഴി നടക്കാൻ അവകാശമില്ലാത്തവർക്ക്, പകൽ വെളിച്ചത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്തവർക്ക്, കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റാത്തവർക്ക്, പൊതുക്കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തുകൂടാത്തവർക്ക് എന്ത് മാതൃരാജ്യം? അതുകൊണ്ട് സ്വാധികാരമാണ് മാതൃരാജ്യം. സ്വാധികാരം ഇല്ലെങ്കിൽ മാതൃരാജ്യമില്ല. അതുകൊണ്ട് സ്വാധികാരം സ്ഥാപിക്കാതെ നിങ്ങൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. ഇതാണ് അംബേദ്കറുടെ ആ പ്രസ്താവന, ഞങ്ങൾക്കൊരു മാതൃരാജ്യമില്ല എന്നത്. പക്ഷെ ഗാന്ധി അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ഗാന്ധിജി അദ്ദേഹത്തിന്റെ രീതിയിൽ ഐത്തോച്ചാടനവും അദ്ദേഹത്തിന്റെ ശ്രമങ്ങളും ഒക്കെ കൊണ്ടുവരുന്നത് അതിനുശേഷമാണ്. അപ്പൊ ഈ തിലകന്റെ നേതൃത്വത്തിൽ ഉയർന്നു വന്ന നമ്മുടെ ദേശീയ പ്രസ്ഥാനം അടിസ്ഥാനപരമായി ദേശീയതയെ മതദേശീയതയായിട്ടാണ് കണ്ടത്. ഈ മതാത്മക ദേശീയതയാണ്. അതിപ്പോ രാംപ്രസാദ് ബിസ്മിലോ അല്ലെങ്കിൽ ചന്ദ്രശേഖർ ആസാദോ അല്ലെങ്കിൽ അരവിന്ദ ഘോഷോ തിലകനോ ബങ്കിംചന്ദ്രനോ ആരെടുത്താലും നിങ്ങൾക്ക് ദേശീയത, ഇന്ത്യ എന്നുള്ള ഭാവനയുടെ പുറകില് ഈ ഇത് കാണാൻ പറ്റും, മതം കാണാൻ പറ്റും. വന്ദേമാതരമൊക്കെ ഈ കാലത്ത് ഉയർന്നു വരുന്നതാണ്. അതാണ് വന്ദേമാതരത്തെ ചൊല്ലി പിന്നീടുണ്ടായ തർക്കത്തിന്റെ ഒരു അടിസ്ഥാനമായി തീർന്നത്. ഇതിൽ നിർണായകമായ മാറ്റം വരുന്നത് 20കളിലാണ്.
വാസ്തവത്തിൽ എന്താണ് ഗാന്ധിയുടെ ഒരു പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, ഈ മതാത്മകമായ ദേശീയതാ സങ്കല്പത്തിന്റെ കേന്ദ്രത്തിലേക്ക് ഗാന്ധിജി മറ്റു ചില പൊസിഷൻസിനെ കൊണ്ടുവരുന്നു. ഗാന്ധി 1915 ജനുവരിയിലാണ് ഇന്ത്യയിൽ വരുന്നത്. 14 ഡിസംബറിൽ അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് പോരുന്നു. 15 ജനുവരി 9-ാം തീയതി മറ്റുമാണ് അദ്ദേഹം എത്തുന്നത്. അദ്ദേഹം ഇന്ത്യയിൽ വന്നതിന് ശേഷം അദ്ദേഹം ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുകയും അദ്ദേഹം 1917 പുതിയ ഒരു സമരം തുടങ്ങുകയും ചെയ്യും. ആ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഈ ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ സ്ലോഗനെ കുറിച്ച് ഇർഫാൻ ഹബീബ് പിന്നെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ടാണ് ഈ ചമ്പാരൻ സത്യാഗ്രഹത്തിലെത്തുമ്പോൾ കർഷകർക്ക് വിളവിന് വില കിട്ടണം എന്നതാണ് മുദ്രാവാക്യം. അപ്പോൾ അല്ലാതെ അതുവരെ ഉയർന്ന അമൂർത്തമായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളല്ല. ഇർഫാൻ പറയണെന്ന് വെച്ചാൽ, അമൂർത്തമായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾക്ക് പകരം മൂർത്തമായ ഭൗതിക പ്രശ്നങ്ങളിൽ നിന്ന് സമരം തുടങ്ങണം എന്ന തന്ത്രം ഇന്ത്യയിൽ ഏറ്റവും നന്നായി പ്രയോഗിച്ചത് ഗാന്ധിജിയാണ്. ഇപ്പോൾ ഉപ്പ് സത്യാഗ്രഹം 1930 ഉപ്പ് സത്യാഗ്രഹത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് AICC മഹാഭൂരിപക്ഷം പേരും വാസ്തവത്തിൽ ഈ സമരത്തിൽ താല്പര്യമുള്ളവരല്ല. കാരണം അവർ മിക്കവാറും പേര് കരുതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറെ കൂടി ഗൗരവമുള്ള എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ വേണ്ടേ ഒരു അഖിലേന്ത്യാ സമരം നടത്താൻ. ഉപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു നാഷണൽ സ്ട്രഗിളിന് വകയുള്ളതാണോ എന്ന ഒരു സംശയം അന്നുണ്ടായിരുന്നു. ഗാന്ധി ആരും അങ്ങനെ നിരസിക്കുന്നൊന്നുമില്ല. അന്ന് ഗാന്ധിയെ നിരസിക്കൽ എളുപ്പമല്ല കേട്ടോ. അവിടെ കൂടിയാണ് അംബേദ്കറുടെ ഒരു വലിയ പ്രാധാന്യം. ഇത്ര ജൈജാന്റിക്കായ ഒരു സാന്നിധ്യമായിരിക്കെ ഗാന്ധിയുടെ പൊസിഷനോട് വിട്ടുവീഴ്ചയില്ലാതെ പോരാടുകയും ഗാന്ധിയെ തിരുത്തുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു അംബേദ്കർ എന്നത്. അതിൻ്റെ അഭാവത്തിൽ വാസ്തവത്തിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നാം ഈ പറയുന്ന ക്ലാസിക്കൽ നിർത്തൽ, ഞാൻ പറഞ്ഞ അമർത്യാസൻ ഇത് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 1 ഹൈന്ദവേതര മതപാരമ്പര്യങ്ങൾ, 2 ഇന്ത്യയിലെ തദ്ദേശീയ ജനപാരമ്പര്യങ്ങൾ, ആദിവാസികൾ, ദളിതര് അല്ലെങ്കിൽ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ, ഇവരുടെയൊക്കെ വിജ്ഞാന വൈഭവങ്ങൾ, 3 ഇന്ത്യയിലെ ഭൗതിക വിജ്ഞാനത്തിന്റെ പാരമ്പര്യം, ഭൗതികവാദത്തിന്റെ അല്ല, വിജ്ഞാനത്തിന്റെ, രസതന്ത്രം, ഗണിതം, ജ്യോതിശാസ്ത്രം, അല്ലെങ്കിൽ വൃക്ഷചികിത്സ, അങ്ങനെയൊക്കെയുള്ള നമ്മുടെ വിജ്ഞാനത്തിന്റെ നൂറുകണക്കായ പാരമ്പര്യം. ഇതൊന്നും ദേശീയ പാരമ്പര്യമായില്ല. ഈ ദേശീയ പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഉപനിഷത്ത് ദേശീയമാണ് എന്ന് പെട്ടെന്ന് തോന്നുന്നത് പോലെ നമ്മൾ ബുദ്ധനെ ദേശീയമായിട്ട് കാണില്ല. വാസ്തവത്തിൽ ഇന്ത്യൻ ഭരണഘടന ഇതിനെ മറികടക്കാൻ കുറെ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഭരണഘടനയുടെ ഒറിജിനൽ നോക്കിയാൽ കാണാൻ പറ്റും. അത് തുടങ്ങുന്നത് ബുദ്ധന്റെ ധർമ്മസ്തംഭത്തിൽ നിന്നാണ്. ഈ 3 സിംഹങ്ങളുണ്ടല്ലോ, ആ ധർമ്മം പ്രകീർത്തിക്കുന്ന 3 സിംഹങ്ങളുടെ ശിരസിൽ നിന്നാണ് ഭരണഘടന ആരംഭിക്കുന്നത്. നന്ദലാൽ ബോസിന്റെ നേതൃത്വത്തിൽ ശാന്തിനികേതനിലെ വിദ്യാർത്ഥികൾ വരച്ച ചിത്രങ്ങൾ ഓരോ അധ്യായത്തിന്റെ ഓരോ ഭാഗത്തിന്റെ മുമ്പിലുണ്ട്. കൗതുകമുള്ള ഒരു കാര്യം കൂടി പറയാം. 14ാമത്തെ ഭാഗത്തിന്റെ മുകളിലുള്ള ചിത്രം അക്ബറുടെയാണ്. 16ാമത്തെ ഭാഗത്തിന്റെ മുകളിലുള്ള ചിത്രം ഝാൻസി റാണിയുടെയും ടിപ്പു സുൽത്താന്റെയാണ്. ഇനി ഭരണഘടന കത്തിക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ. കാരണം ടിപ്പു ഭയങ്കര ദേശവിരുദ്ധനാണല്ലോ. നമ്മുടെ ഭരണഘടനയുടെ 16ാം അധ്യായത്തിന്റെ മുകളിൽ അദ്ദേഹത്തിന്റെ ചിത്രമുണ്ട് ഝാൻസി റാണിക്ക് ഒപ്പം ഉള്ളത്. ഞാൻ പറഞ്ഞത് ഏറ്റവും അവസാനം ഗാന്ധിയുടെ ചിത്രത്തിൽ അത് അവസാനിക്കുക. നന്ദലാൽ ബോസ് വരച്ച അതിപ്രശസ്തമായ ഗാന്ധി ചിത്രത്തിൽ. ഞാൻ പറഞ്ഞത് ഈ ചിത്രമൊന്നും വെറും ചിത്രങ്ങളല്ല, മറിച്ച് എന്താണ് ഇന്ത്യ എന്നുള്ളതിനെ കുറിച്ചുള്ള ഞാൻ ഈ പറഞ്ഞ 20കൾ മുതൽ വികസിച്ചു വന്ന ദേശീയതാ സങ്കല്പമാണ് വാസ്തവത്തിലുള്ളത്. അതിലൊരു സ്ഥലത്ത് മാത്രമാണ് വാസ്തവത്തിൽ ഈ വൈദികമായ പാരമ്പര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രമുള്ളത്. ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇത് വ്യത്യസ്ത പാരമ്പര്യങ്ങളാണ്. ഈ പ്ലൂരാലിറ്റി എന്ന് പറയുന്നതിനെ ഭരണഘടന ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ ധാരാളം വിശദാംശങ്ങൾ നമുക്കതിൽ കാണാനായിട്ട് കഴിയും. അപ്പം ഇങ്ങനെ 20കൾ മുതൽ 45 വരെയുള്ള ഒരു കാലനൂറ്റാണ്ട് കൊണ്ട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ജനകീയമായ സാമ്രാജ്യവിരുദ്ധ ദേശീയത എന്ന സങ്കല്പത്തിനുള്ളിൽ വികസിച്ചു വന്ന മൂല്യങ്ങളാണ് ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളായി തീർന്നത്. അതല്ലാതെ ഇന്ത്യയെക്കുറിച്ചുള്ള എല്ലാ ആശയങ്ങളെയും പാർശ്വഭാരതം, അഖണ്ഡ ഭാരതം, ഹിന്ദുസ്ഥാൻ, ഇങ്ങനെ എത്രയോ പേരുകൾ ഇന്ത്യ എന്നുള്ള പേരിന് പകരമായിട്ട് നിർദ്ദേശിക്കപ്പെട്ടു. അതെല്ലാം തള്ളിക്കളയപ്പെടുകയാണ് ചെയ്തത്. അതൊന്നും സ്വീകരിക്കപ്പെട്ടില്ല. കൗതുകമുള്ളൊരു കാര്യം, നമ്മുടെ ഭരണഘടനാ അസംബ്ലിയിൽ ചേരുന്നത് 46 ഡിസംബർ 9-നാണ്. ഡിസംബർ 11-ാം തീയതിയാണ് രാജേന്ദ്രപ്രസാദിനെ ഭരണഘടനാ അസംബ്ലിയുടെ അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കുന്നത്. 3-ാം ദിവസം തെരഞ്ഞെടുത്ത അദ്ദേഹത്തെ അധ്യക്ഷവേദിയിലേക്ക് ആനയിക്കുന്നത് 2 പേരാണ്. ഒന്ന് മൗലാന അബ്ദുൽ കലാം ആസാദാണ്, മറ്റൊന്ന് ആചാര്യ കൃപലാനിയാണ്. അവർ 2 പേരും ചേർന്ന് അദ്ദേഹത്തെ ഈ അധ്യക്ഷവേദിയിലേക്ക് കൊണ്ടുവരുമ്പോൾ 2 മുദ്രാവാക്യമാണ് ഭരണഘടനാ അസംബ്ലിയിൽ മുഴങ്ങി കേട്ടത്. ഒന്ന് ഇൻക്ലാബ് സിന്ദാബാദാണ്, മറ്റൊന്ന് ജയ് ഹിന്ദാണ്. ഭാരത് മാതാ കി ജയ് ഒന്നുമല്ല കേട്ടോ, ഞാൻ അതുകൊണ്ട് അതൊക്കെ എടുത്തു പറയണത്. ഇൻക്ലാബ് സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ് മുദ്രാവാക്യം ഉണ്ടാക്കിയത് നിങ്ങൾക്കറിയാലോ, ഹസരത് മൊഹാനിയാണ്, മൗലാന ഹസരത് മൊഹാനി.
മൊഹാനിക്ക് വേറൊരു പ്രാധാന്യമുണ്ട്. 921 അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം ആദ്യം അവതരിപ്പിക്കുന്നത് മൊഹാനിയും സ്വാമി കുമാരാനന്ദയും ചേർന്നാണ്. അവർ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരാണ് ഇവർ രണ്ടുപേരും. കോൺഗ്രസ് അന്നത് അംഗീകരിച്ചില്ല. കോൺഗ്രസ് അത് അംഗീകരിക്കുന്നത് 930 ജനുവരി 26 ലാഹോർ സമ്മേളനത്തിലെ പ്രമേയമാണ്. ഈ ജനുവരി 26 ആണ് നമ്മുടെ 950 ജനുവരി 26. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, 49 നവംബർ 25 ഭരണഘടനയുടെ കരട് അംഗീകരിക്കപ്പെട്ട് 26 ഔദ്യോഗികമായത് പാസ്സായി. പക്ഷേ ഭരണഘടന അംഗീകരിക്കപ്പെട്ട് പിന്നെ 2 മാസം കഴിഞ്ഞിട്ടാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 930 ജനുവരിയിലാണ് പൂർണ്ണ സ്വരാജ് ഡിക്ലറേഷൻ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗീകരിക്കുന്നത്. അതിൻ്റെ 20ാം വാർഷികത്തിലാണ് ഈ നമ്മൾ റിപ്പബ്ലിക് ആവുന്നത്. ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഈ ഡേറ്റ് ഒന്നും യാദൃച്ഛികമല്ല. ഏത് പാരമ്പര്യമാണ് ഈ ഭരണഘടനയിൽ ഉള്ളത്, എന്താണ് ഈ ഭരണഘടന റെപ്രസെന്റ് ചെയ്യുന്ന നാഷണലിസം എന്ന ചോദ്യത്തിന്റെ ഉത്തരം കൂടിയാണ് 50 ജനുവരി 26. അത് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ എന്താ പറയാ 49 നവംബർ 26 കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഡേ വരുന്നല്ലോ. അത് വെറുതെ വരുന്നതല്ല, മറിച്ച് ഇതാണ് പ്രധാനം, ജനുവരി 26 അല്ല. കാരണം ജനുവരി 26 ദേശീയ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യത്തിൽ നിന്ന് വരുന്നതാണ്. അതിന് ഹിന്ദുത്വത്തിന് ഒരു റോളും ഇല്ല, മറിച്ച് ഇതൊരു ടെക്നിക്കൽ ഡേറ്റ് ആണ് എന്ന് വരുത്തുക. ഏത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അംഗീകരിച്ച് വോട്ടെടുപ്പിൽ അംഗീകരിച്ച് സമ്പൂർണ്ണമായി പാസ്സാക്കിയ ദിവസമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്ന് പറയുക വഴി കോൺസ്റ്റിറ്റ്യൂഷനെ ഒരു സാങ്കേതിക രേഖയാക്കുന്നു. കോൺസ്റ്റിറ്റ്യൂഷന്റെ പിന്നിലുള്ള സാമൂഹ്യ രാഷ്ട്രീയ ഉള്ളടക്കത്തെ തമസ്കരിക്കുന്നു. ആ സാമൂഹ്യ രാഷ്ട്രീയ ഉള്ളടക്കമാണ് 30 ജനുവരി 26 നിന്ന് 50 ജനുവരി 26 തുടരുന്നത്. അതാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ജനാധിപത്യത്തെയും ആധുനിക രാഷ്ട്രഭാവനയെയും രൂപപ്പെടുത്തിയത്. അതിനെ മറച്ചു വെക്കുക എന്നത് കൂടിയാണ് വാസ്തവത്തിൽ ഇന്ന് അതിനെ തമസ്കരിക്കാനുള്ള ശ്രമങ്ങളുടെ പിന്നിലുള്ളത്. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു രാഷ്ട്രീയാധികാരത്തിന്റെ മണ്ഡലത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇൻക്ലൂസീവ് ആയ സമയത്തും ഇന്ത്യൻ ദേശീയതയ്ക്ക് ഉണ്ടായിരുന്ന അടിസ്ഥാനപരമായ പരിമിതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന് പൊളിറ്റിക്കലി ഇൻക്ലൂസീവ് ആയതുപോലെ കൾച്ചറലി ഇൻക്ലൂസീവ് ആവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അംബേദ്കർ തന്നെ ഉപയോഗിക്കുന്ന ഒരു ടേമുണ്ട്, ലേയേർഡ് സോവറിറ്റി. തട്ടുതിരിഞ്ഞ പരമാധികാരമുള്ള സമൂഹമായിട്ട് ഇന്ത്യ നിന്ന്, ഗ്രേഡഡ് ഇൻഇക്വാലിറ്റി എന്ന് അദ്ദേഹം പറയുന്നില്ല, ശ്രേണീകൃത സമത്വം, ലേയേർഡ് സോവറിറ്റിയാണ്. പരമാധികാര രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറയും, പക്ഷെ ഒരൊറ്റ പരമാധികാര രാഷ്ട്രമല്ല. ഓരോ തട്ടിലും പരമാധികാരം വേറെ വേറെയാണ്. കാരണം ഓരോ ജാതിയും ഓരോ തട്ടായിട്ട് നിൽക്കുന്നു, ഓരോ ജാതിയും അതിൻ്റെ സ്വയം പരമാധികാരത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് സോവറിൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന സമയത്തും ഈ സോവർണിറ്റി അകത്ത് ലേയേർഡാണ്, തട്ടുതിരിഞ്ഞ് നിൽക്കുകയാണ്. ഈ തട്ടുതിരിഞ്ഞ അവസ്ഥയെ പരിഷ്കരിക്കണം, ഈ തട്ടുതിരിഞ്ഞ അവസ്ഥയെ തകർക്കണം. അതിനു വേണ്ടുന്ന നിർദ്ദേശങ്ങളെ ഭരണഘടനയ്ക്കുള്ളിൽ സന്നിവേശിപ്പിച്ചുകൊണ്ട് ഭരണഘടനയെ പരിവർത്തനോന്മുഖമാക്കി, വെർട്ടിക്കലായി മാത്രമല്ല ഹൊറിസോണ്ടലായി. വെർട്ടിക്കലായി ലംബമാനമായി കോളനി അധികാരത്തിൽ നിന്നുള്ള തദ്ദേശീയ ജനതയുടെ സ്വാധികാര സ്ഥാപനമാണ് ഭരണഘടന നിർവഹിക്കുന്നതെങ്കിൽ തിരശ്ചീനമായി അത് സഹസ്രാബ്ദങ്ങളായി നിലനിന്ന സാമൂഹ്യ ശ്രേണീകരണത്തെ, അസമത്വത്തെ നിരസിക്കാൻ പോകുന്ന ഊർജത്തിന്റെ സന്നിവേശമാണ്. ഈ ഘടകത്തിലാണ് വാസ്തവത്തിൽ അംബേദ്കർ ഭരണഘടനയിൽ മറ്റാരും നൽകാത്ത വലിയ സംഭാവന ചെയ്തത്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഭരണഘടനയിൽ ഇതുണ്ടാവുക എളുപ്പമല്ല. അത് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. അത് അദ്ദേഹം ഇതിലേക്ക് കൊണ്ടുവരുന്നത് സുപ്രധാനമായിട്ടും അദ്ദേഹം ഈ പല വകുപ്പുകളും ചട്ടങ്ങളും ഉണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് സംഭവിച്ച ഒരു വലിയ പരാധീനത എന്താണെന്ന് വെച്ചാൽ, ഈ ഭരണഘടന എന്ന് പറയുന്ന ഒരു നിയമരേഖയാണെന്ന് സങ്കല്പിക്കുകയും അത് ഒരു ലിവിങ് ഡോക്യുമെൻ്റ് ആണ്, ഒരു എത്തിക്കൽ ഡോക്യുമെൻ്റ് ആണ്, ഒരു മോറൽ ഡോക്യുമെൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുന്നതിൽ നമ്മൾ ഒരു സമൂഹം എന്ന നിലയ്ക്ക് വലിയ തോതിൽ പരാജയപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് ചില വകുപ്പുകളും ചട്ടങ്ങളുമാണ് ഭരണഘടന, ആർട്ടിക്കിൾ 370 അല്ലെങ്കിൽ 250 ഒക്കെ പറഞ്ഞ് ഈ നിയമപണ്ഡിതന്മാർക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയമാണ്. വാസ്തവത്തിൽ ആധുനിക ഇന്ത്യയുടെ രൂപീകരണം മുഴുവൻ സ്വാംശീകരിക്കപ്പെട്ട എംബഡഡായി കിടക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. മാത്രമല്ല അത് അന്തിമമൊന്നുമല്ല. ഇപ്പൊ 953 സെപ്റ്റംബർ 2 ഭരണഘടനാ അസംബ്ലിയിൽ അത് നടത്തിയ പ്രസംഗങ്ങളിൽ ഒരിടത്ത് അംബേദ്കർ പറയുന്നുണ്ട്, ഇത് കത്തിച്ച് കളയുന്ന ആദ്യത്തെ ആള് ഞാനായിരിക്കും. അത് അംബേദ്കർ പറയുന്നുണ്ട്. ഐ വാസ് എ ഹോക്ക് എന്ന് അദ്ദേഹം പറയും, ഞാനൊരു കൂലിയെഴുത്തുകാരനായിരുന്നു എന്ന് അദ്ദേഹം ഒരു ഘട്ടത്തിൽ ഭരണഘടനാ തന്റെ പങ്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ അതിനോടുള്ള വിമർശനങ്ങളാണ്. നിശ്ചയമായിട്ടും ആ വിമർശനങ്ങളും സംഗതാണ്. പക്ഷെ ഒപ്പം തന്നെ ഈ ഭരണഘടനയുടെ മൗലികമായൊരു പ്രാധാന്യം, സാമൂഹിക സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒന്നിനെ അത് സന്നിവേശിപ്പിക്കുകയും ഈ ജാതിബന്ധങ്ങളെ മറികടക്കുന്ന ഒരാധുനിക പൗരസമൂഹത്തിന്റെ രൂപീകരണത്തിന് ഏറ്റവും നിർണായകമായ ഒരു അടിത്തറ ഒരുക്കുന്ന ഡോക്യുമെന്റായിട്ട് ഈ ഭരണഘടനയെ മാറ്റി എന്നതുമാണ്.
അങ്ങനെയാണ് കേവലമായ ഭരണനിർവഹണത്തിൻ്റെ ഒരു തത്വരൂപീകരണം എന്നതിൽ നിന്ന് ഒരു ആധുനിക സമൂഹ രൂപീകരണത്തിൻ്റെ അടിസ്ഥാന ഊർജം എന്ന നിലയിലേക്ക്, അതിൻ്റെ സ്രോതസ് എന്ന നിലയിലേക്ക് ഭരണഘടനയെ അംബേദ്കർ കൊണ്ടുവരുന്നത്. ഇതിൽ അദ്ദേഹം ഏറ്റവും പ്രധാനമായി ഉയർത്തിയത് ഈ ജനാധിപത്യം എന്ന് പറയുന്നതിന് സവിശേഷമായ പുതിയൊരു ഒരു 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 ഭാവനാമണ്ഡലത്തിൽ പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ്. ആ ഭാവനാമണ്ഡലമാണ് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന ആശയം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം ഞാനൊന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി വായിക്കാം. അത് ഈ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് അദ്ദേഹം ഈ തത്വങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുകയും ജനാധിപത്യവുമായി അതിനെ ഘടിപ്പിക്കുകയും ചെയ്യുന്നത്. ഈ ജനാധിപത്യം എന്നുള്ളത് കേവലമായ രാഷ്ട്രീയ സംഹിത എന്നതിൽ നിന്ന്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ പ്രയോഗ നിർവഹണ രീതി എന്നതിൽ നിന്ന് ഒരു ധാർമ്മിക മൂല്യമായിട്ട് മാറുന്നത് എങ്ങനെ എന്നത് അദ്ദേഹം വിശദീകരിക്കുന്ന ഒരു ഭാഗമാണ്. These principles of liberty, equality and fraternity are not to be treated as separate items in a trinity. ഇതിനെ മൂന്നിനെയും, സ്വാതന്ത്ര്യം, ജനാധിപത്യം, സാഹോദര്യം എന്നതിനെ സെപ്പറേറ്റ് ആയിട്ടല്ല നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ഒരു തൃത്വത്തിലെ മൂന്ന് ഘടകങ്ങളല്ല. They form a union of trinity in the sense that to divorce one from other is to defeat the very purpose of democracy. ഇവ മൂന്നും ഒരു തൃത്വത്തിലെ ഘടകങ്ങളാണ്. ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വേർപെടുത്തിയാൽ ജനാധിപത്യത്തെ തന്നെ അത് അന്തിമമായി പരാജയപ്പെടുത്തും. അതുകൊണ്ട് ജനാധിപത്യം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. കാരണം കൗണ്ടർ മെജോറിറ്റേറിയനായ ഒരു പൊസിഷനിലേക്ക് ജനാധിപത്യത്തെ കൊണ്ടുപോകാനുള്ള ഏറ്റവും തിയററ്റിക്കലായ ഒരു പൊസിഷനിങ് ആണ്. അതായത് കേവല ഭൂരിപക്ഷവാദത്തിനപ്പുറത്തേക്ക് ജനാധിപത്യത്തെ ഒരു ധാർമ്മിക പ്രമാണമാക്കുന്ന ഒരു ബദൽ, രാഷ്ട്രീയ ദർശനം, ഒരു പൊളിറ്റിക്കൽ വിഷൻ രൂപപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വേർപെടുത്താൻ കഴിയില്ല. വേർപെടുത്തി കഴിഞ്ഞാൽ ജനാധിപത്യം റദ്ദായി പോകും. ലിബർട്ടി കനോട്ട് ബി ഡിവോഴ്സ്ഡ് ഫ്രം ഇക്വാലിറ്റി, ഇക്വാലിറ്റി കനോട്ട് ബി ഡിവോഴ്സ്ഡ് ഫ്രം ലിബർട്ടി. സ്വാതന്ത്ര്യത്തെ സമത്വത്തിൽ നിന്ന് വേർപെടുത്താൻ കഴിയില്ല, സമത്വത്തെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് വേർപെടുത്താൻ കഴിയില്ല. Nor can liberty and equality be divorced from fraternity. സ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും സാഹോദര്യത്തിൽ നിന്നും വേർപെടുത്താൻ കഴിയില്ല. ഇനി അങ്ങോട്ട് പ്രധാനമാണ്. Without equality, liberty would produce the supremacy of the few over the many. സമത്വമില്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്നത് ഒരു ന്യൂനപക്ഷം മഹാഭൂരിപക്ഷത്തിന് മേൽ നേടുന്ന ആധിപത്യമാണ്. ഇതൊക്കെ നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. Without equality, liberty would produce the supremacy of the few over the many. മഹാഭൂരിപക്ഷത്തിന് മേലുള്ള അതിന്യൂനപക്ഷത്തിന്റെ ആധിപത്യമാണ് സമത്വമില്ലാത്ത സ്വാതന്ത്ര്യം. Equality without liberty would kill individual initiative. തിരിച്ച് സ്വാതന്ത്ര്യമില്ലാത്ത സമത്വമാണെങ്കിൽ വ്യക്തിയുടെ ഇച്ഛ ഉണ്ടാവില്ല. വ്യക്തിയുടെ ഇച്ഛയെ, അതിൻ്റെ മുൻകൈയിനെ ഇല്ലാതാക്കുന്ന ഒന്നായിരിക്കും അത്. Without fraternity, liberty and equality could not become a natural course of sin. അവിടെയാണ് അദ്ദേഹം അതിനെ പ്രതിഷ്ഠിക്കുന്നത്. പക്ഷേ സാഹോദര്യത്തിന്റെ അഭാവത്തിൽ സ്വാതന്ത്ര്യമോ സമത്വമോ സഹജമായി തീരില്ല. നാച്ചുറൽ കോഴ്സ് ഓഫ് സിൻ, സ്വാഭാവികമായി തീരില്ല. ഒരു ജനതയിൽ, ഒരു സമൂഹത്തിൽ സ്വാതന്ത്ര്യബോധവും സമത്വബോധവും നിലനിൽക്കണമെങ്കിൽ ആ ജനതയിൽ നിലീനമായ മൂല്യമായി സാഹോദര്യം ഉയർന്നു വരണം. സാഹോദര്യത്തിന്റെ അഭാവത്തിൽ ഇറ്റ് വുഡ് റിക്വയർ എ കോൺസ്റ്റബിൾ ടു എൻഫോഴ്സ് ദം. സാഹോദര്യ ഭാവന ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു പോലീസുകാരനെ നിർത്തേണ്ടി വരും എല്ലായിടത്തും സമത്വവും സാഹോദര്യവും നിലനിർത്താൻ. ഈ ആശയം വികസിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു സ്ഥലത്ത് പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ലിബർട്ടി, ഇക്വാലിറ്റി എന്ന് പറയുന്നത് യൂണിലീനിയർ അല്ല, രണ്ടും നേർക്കുനേരെ പൊരുത്തപ്പെട്ട് നിൽക്കുന്നതല്ല. കാരണം എൻ്റെ സ്വാതന്ത്ര്യം ഈ സമൂഹത്തിന്റെ സമത്വബോധവും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. കാരണം എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അനിയന്ത്രിതമായി വളരാനും പെരുകാനുള്ള എൻ്റെ അഭിലാഷത്തെ കൂടി ഉൾക്കൊള്ളുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു സമൂഹത്തിന്റെ സമത്വ സങ്കല്പത്തെ തരംഗം വയ്ക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹം പോലീസ് വേണ്ടി വരുമെന്ന് പറയുന്നത്. ഈ പോലീസിങ് അല്ലാതെ ഇത് നിലനിൽക്കണമെങ്കിൽ, അതായത് ഇൻഹറന്റ്ലി there is a contradiction between liberty and equality. ഇതാണ് ഹോബ്സിന്റെ രാഷ്ട്രതന്ത്രത്തിന്റെ മൗലിക പ്രശ്നം. ഒരർത്ഥത്തിൽ ഇവിടെ നിന്ന് ഗാന്ധി പറയുന്ന ഒരു പ്രോബ്ലത്തിലേക്ക് ഒരു വഴിയുണ്ട് കേട്ടോ. ഗാന്ധിജി ഈ ആധുനിക ഭരണകൂടത്തിനെതിരായിരുന്നു.
കാരണം ഈ തോമസ് ഹോബ്സിൻ ഉണ്ടാക്കിയ ഹോബ്സിയൻ സ്റ്റേറ്റ് എന്താണ് ചെയ്യുന്നത്? എല്ലാ മനുഷ്യരും സ്വാർത്ഥരാണ്, അതുകൊണ്ട് എല്ലാ മനുഷ്യരും തമ്മിൽ വൈരുദ്ധ്യം, ഓൾ അഗെയിൻസ്റ്റ് ഓൾ, എല്ലാവരും എല്ലാവർക്കും എതിരാണ്. കാരണം എനിക്ക് എൻ്റെ കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം, എൻ്റെ കാര്യം നിങ്ങൾക്ക് താല്പര്യത്തിനെതിരാണ്, നിങ്ങളുടെ താല്പര്യം എനിക്കെതിരാണ്. അതുകൊണ്ട് there should be a total chaos, ഒരു സമ്പൂർണമായ കലാപം ഉണ്ടാവും. ഈ കലാപം പരിഹരിക്കാൻ എന്ത് ചെയ്യണം? ഈ കലാപം പരിഹരിക്കാൻ നമുക്കിടയിലുള്ള വൈരുദ്ധ്യം സംഘർഷഭരിതമാകാതിരിക്കാൻ നമുക്ക് മുകളിലുള്ള ഒരു പരമാധികാരത്തിന് നാം കീഴ്പ്പെട്ട് നിൽക്കുന്നു. അതാണ് സ്റ്റേറ്റ്, ഭരണകൂടം. അപ്പൊ ഭരണകൂടം നിങ്ങളെയൊക്കെ നിയന്ത്രിക്കും, എന്റെ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കും, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കും, നമ്മെ രഞ്ജിപ്പിലെത്തിക്കും. ഇതാണ് തോമസ് ഹോബ്സിയൻ എന്ന് വിളിക്കാവുന്ന ഹോബ്സിയൻ സ്റ്റേറ്റിനെ കുറിച്ചുള്ള അടിസ്ഥാന ആശയം. ഗാന്ധിജി ഇതിനോട് അടിസ്ഥാനപരമായി യോജിച്ച ഒറ്റ പോയിന്റിലാണ്. ഗാന്ധി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ബിൽഗ്രാമി അത് പിന്നീട് പറയുന്നത്, അഖിൽ ബിൽഗ്രാമി എന്ന് പറഞ്ഞ നമ്മുടെ കാലത്തെ ഏറ്റവും വലിയൊരു ഫിലോസഫറാണ്. അദ്ദേഹം പറയുന്നത് ഈ മനുഷ്യരിൽ സഹജമായി സ്വാർത്ഥം മാത്രമല്ല ഉള്ളത്, മനുഷ്യരിൽ സഹജമായി പരിത്യാഗശീലമുണ്ട്. സാക്രിഫിഷ്യലായ ഒരു വാല്യൂ മനുഷ്യനുണ്ട്. നിങ്ങൾക്ക് നേടാനുള്ള വാഞ്ച മാത്രമല്ല, കൈയൊഴിയാനുള്ളതും. ഗാന്ധി പറഞ്ഞു മനുഷ്യരിലെ ഏറ്റവും മഹനീയമായ മൂല്യം ഏതാണ്? സ്നേഹവും വാത്സല്യവും. ആ സ്നേഹവും വാത്സല്യവും പരിത്യാഗത്തിലാണ്, നേടലിലല്ല. അതുകൊണ്ട് മനുഷ്യരിൽ സഹജമായി ഈ സാക്രിഫൈസിന്റെയും സെൽഫിഷ്നെസിന്റെയും വാല്യൂസ് ഉണ്ട്. ഇതിൽ സെൽഫിഷ്നെസ് എന്ന് പറയുന്നതിനെ മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവമാക്കി ഉറപ്പിച്ച് അതിന്റെ മുകളിൽ കെട്ടിപ്പടുത്തതാണ് മോഡേൺ സ്റ്റേറ്റ്. അത് ആന്റി സോഷ്യലാണ്. ഇതാണ് ഗാന്ധിയുടെ പൊസിഷൻ. കാരണം അത് മനുഷ്യപ്രകൃതത്തെ അടിസ്ഥാനപരമായ ഒരൊറ്റ ഫ്രെയിമിൽ ഒതുക്കുന്നു. മറിച്ചൊരു സാധ്യതയുണ്ട്. എവിടെയോ ഉള്ള ഒരു മനുഷ്യന് വേണ്ടിയിട്ട് എന്റെ ജീവൻ ബലികഴിക്കാൻ ഒരാൾ സന്നദ്ധനാകുന്നല്ലോ. എങ്ങും മനുഷ്യന് ചങ്ങല കയ്യിൽ അങ്ങനെ കൈകൾ നൊന്തിയിടുന്നു എന്നുള്ളത് ഒരു കവിതയുടെ പേരൊന്നുമല്ല, കവിതയുടെ വരി മാത്രമൊന്നുമല്ല, മനുഷ്യന് ജീവിച്ച ജീവിതമാണല്ലോ. സ്പാനിഷ് സിവിൽ വാറിന്റെ സമയത്ത് ലോകമെമ്പാട് നിന്നും അവിടുത്തെ ഫാഷിസ്റ്റുകൾക്കെതിരെ പടപൊരുതാൻ വേണ്ടിയിട്ട് ധാരാളം ആളുകൾ അവിടെ ചെന്നു. 20-ാം നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ ബുദ്ധിജീവിയുള്ള ഒരാളായിരുന്നു ക്രിസ്റ്റഫർ കോഡ്വെൽ, റാൽഫോക്സ്. അവരെല്ലാം സ്പെയിനിൽ ചെന്ന് അവിടുത്തെ സ്പാനിഷ് ഫാസിസ്റ്റ് പട്ടാളത്തിനെതിരെ തെരുവിൽ നിന്ന് യുദ്ധം ചെയ്ത് കൊല്ലപ്പെട്ടു. എന്തിനു വേണ്ടിയിട്ട്? ഫ്രറ്റേണിറ്റിയാണ്, സാഹോദര്യമാണ്. അതുകൊണ്ട് മനുഷ്യർക്ക് പരിത്യജിക്കാനുള്ള ശേഷിയുണ്ട്. ആ പരിത്യാഗത്തിന്റെ ശേഷി മനുഷ്യരിൽ വളരെ ബലിഷ്ഠമാണ്. ആ പരിത്യാഗം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്. ആ ഗുണത്തെ കൂടി കാണണം. മറുഭാഗത്തെ മാത്രം മുൻനിർത്തി സമൂഹത്തെ ഭാവന ചെയ്യുന്നത് സമൂഹ വിരുദ്ധമാണ്. ഇതാണ് ഗാന്ധിയുടെ പൊസിഷൻ. ഇവിടെ അംബേദ്കർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ലിബർട്ടി ഇക്വാലിറ്റി എന്ന് പറയുന്നത് സഹജമായി തീരണമെങ്കിൽ മനുഷ്യരിൽ എന്തു വേണം? സാഹോദര്യ ഭാവന. ഈ സാഹോദര്യ ഭാവനയുടെ അഭാവം സമൂഹത്തെ നിലനിർത്തില്ല. അതുകൊണ്ട് ഏറ്റവും അവസാനം അദ്ദേഹം ഈ പൊസിഷനിൽ ഒരു തിരുത്തും കൂടി വരുത്തുന്നത്, മരിക്കുന്നതിന് കുറെ മുമ്പ് അദ്ദേഹം BBC-ക്ക് നൽകിയ അവസാനത്തെ ഇന്റർവ്യൂവില് ഗംഭീരമായ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തുന്നുണ്ട്. ഐ ആം ബോറോയിങ് ദ കൺസെപ്റ്റ്, യു മേ തിങ്ക് ദാറ്റ് ഐ ആം ബോറോയിങ് ദിസ് കൺസെപ്റ്റ് ഫ്രം ഫ്രഞ്ച് റെവല്യൂഷൻ. ദാറ്റ് ഈസ് നോട്ട് ട്രൂ. ഐ ആം ബോറോയിങ് ദ കൺസെപ്റ്റ് ഓഫ് ഫ്രറ്റേണിറ്റി ഫ്രം മൈ മാസ്റ്റർ ലോർഡ് ബുദ്ധ. ചെറിയ പ്രസ്താവനയല്ല. കാരണം ഇന്ത്യയിൽ സഹജമായി നിലനിന്നിരുന്ന ഒരു എന്താ പറയാ ഒരു കൗണ്ടർ ട്രഡീഷനാണ് ബുദ്ധൻ പറഞ്ഞത്. ആ ബുദ്ധന്റെ പാരമ്പര്യത്തെ, ഇത് ബുദ്ധൻ പറഞ്ഞത് തന്നെയാണോ, ബുദ്ധന്റെ അതേ ആശയമാണോ എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് തർക്കിക്കാം. പക്ഷെ അംബേദ്കർ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്തതല്ല ഈ സാഹോദര്യം. ഈ സാഹോദര്യം ഈ മണ്ണിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഭാവമാണ്. അത് ബുദ്ധൻ മുതൽ ആരംഭിക്കുന്ന ഒരു പ്രതിസംസ്കാരമാണ്. ബ്രാഹ്മണ്യത്തിന്റെ സാംസ്കാരിക മൂലധനത്തിനെതിരെ 2.5 സഹസ്രാബ്ദമായി ഈ മണ്ണിൽ പ്രവർത്തിച്ച ഒരു മൂല്യത്തിൽ നിന്ന് ആധുനിക രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ധാർമ്മിക പ്രമാണത്തെ ജനാധിപത്യവുമായി കൂട്ടിയിണക്കുന്ന മട്ടിൽ പുനഃക്രമീകരിക്കുകയാണ് അംബേദ്കർ ചെയ്യുന്നത്. അതാണ് ഫ്രറ്റേണിറ്റി എന്നുള്ള ആശയം. അപ്പോൾ ധാർമ്മികതയെ രൂപപ്പെടുത്താനുള്ള ശ്രമം, അത് നമ്മുടെ ആധുനികത ഉണ്ടാക്കി വിഭജന വ്യക്തി ഉണ്ടല്ലോ, സ്വകാര്യം പൊതുവായത് അല്ലെങ്കിൽ വ്യക്തിപരമായത് സാമൂഹികമായത് എന്നൊക്കെയുള്ള ഈ രാഷ്ട്രീയമായ ഒരു 2 നൂറ്റാണ്ടിന്റെ ചരിത്രമുള്ള ഈ വിഭജന യുക്തിക്കെതിരെ ഒരു അംബേദ്കറൈറ്റ് എത്തിക്കോ പൊളിറ്റിക്കലായ ഒരു പൊസിഷൻ അദ്ദേഹം ഈ ഫ്രറ്റേണിറ്റി എന്നുള്ള ആശയത്തിലൂടെ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഈ വികാസ പ്രക്രിയയാണ് വാസ്തവത്തിൽ 1948 ഫെബ്രുവരി 6 ഭരണഘടനയുടെ പ്രിയാമ്പിളിന്റെ ചർച്ചയുടെ സന്ദർഭത്തിൽ ഭരണഘടനയുടെ പ്രിയാമ്പിളിന്റെ പൂർവ്വരൂപങ്ങളിൽ ഒന്നുമില്ലാത്ത ഒരു സുപ്രധാനമായ വാക്ക്
അദ്ദേഹം ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ ഉൾപ്പെടുത്തിയാണ് അവതരിപ്പിക്കുന്നത്. അത് ഫ്രറ്റേണിറ്റി എന്ന വാക്കാണ്. ഫ്രറ്റേണിറ്റി assuring the dignity of the individual and the integrity and unity of the nation. എന്താണ് പ്രിയാമ്പിളിൽ അംബേദ്കർ സുപ്രധാനമായി കൂട്ടിച്ചേർത്തത് എന്ന് ചോദിച്ചാൽ ഈ ഒരു വാക്കാണ്. അത് സാർവത്രികമായി സ്വാഗതം ചെയ്യപ്പെട്ടു കേട്ടോ. അംബേദ്കർ ഗാന്ധിയൻ മൂല്യങ്ങളെ ഭരണഘടനയിൽ ഉൾപ്പെടുത്താത്തതിനെ ചൊല്ലി ധാരാളം വിമർശനങ്ങൾ ഗാന്ധിയന്മാര് ഭരണഘടനാ അസംബ്ലി ചർച്ചയിൽ നടത്തുന്നുണ്ട്. അംബേദ്കർ കൺസിസ്റ്റന്റായി ഈ ഗാന്ധിയുടെ പൊസിഷനെ എന്താ പറയാ ഭരണഘടനാ ചർച്ചകളിലൊക്കെ പ്രതിരോധിച്ചു കൊണ്ടേയിരുന്നിട്ടുണ്ട്. പക്ഷെ ഗാന്ധിയന്മാരടക്കം സാർവത്രികമായി സ്വാഗതം ചെയ്ത ഒരു ആശയമായിരുന്നു ഈ ഫ്രറ്റേണിറ്റി. കാരണം ആചാര്യ കൃപലാനി പറയുന്നുണ്ട്, ഈ ഫ്രറ്റേണിറ്റി വന്നതോടെ നമ്മുടെ ഭരണഘടന ഒരു ലീഗൽ ഡോക്യുമെന്റോ ഒരു എന്താ പറയുക ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റോ മാത്രമല്ലാണ്ടായി തീർന്നു, അതൊരു മോറൽ ഡോക്യുമെന്റ് ആയി എന്ന് പറയും. ഈ ധാർമ്മികതയുടെ ഈ സാഹോദര്യത്തിന്റെ അടിസ്ഥാനത്തിലെ നമുക്ക് നമ്മുടെ രാഷ്ട്രത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് അദ്ദേഹം പറയുന്നു. വാസ്തവത്തിൽ ഈ സാഹോദര്യം എന്നുള്ള വാക്ക് അതിനു മുമ്പ് ഇന്ത്യയെ കുറിച്ച് രൂപപ്പെട്ട നിയമപ്രമാണങ്ങളിൽ യാതൊന്നിലും തന്നെ ഇല്ല എന്ന് അതേക്കുറിച്ച് വിശദമായിട്ട് പഠിച്ച ആ റാത്തോറിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അംബേദ്കേഴ്സ് പ്രിയാമ്പിൾ എന്ന് പറഞ്ഞിട്ട് സമീപകാലത്ത് വന്ന പുസ്തകത്തിൽ അദ്ദേഹം അത് വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. 1946 കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ ഡിക്ലറേഷനിലില്ല, അല്ലെങ്കിൽ നെഹ്റു അവതരിപ്പിച്ച എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെന്റിലില്ല, BN റാവുവിന്റെ പ്രിലിമിനറി ഡ്രാഫ്റ്റിലില്ല, 1930 പൂർണ്ണ സ്വരാജ് ഡിക്ലറേഷനിലില്ല, അല്ലെങ്കിൽ BN അഗർവാളിന്റെ ഗാന്ധിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യ അതിലില്ല, MN റോയിയുടെ കോൺസ്റ്റിറ്റ്യൂഷനിലില്ല, സോഷ്യലിസ്റ്റുകൾ ഉണ്ടാക്കിയ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റിലില്ല. എവിടെയും ഇല്ലാത്തൊരു വാക്ക് അംബേദ്കർ ഈ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കൊണ്ടുവരുന്നത് ഫ്രറ്റേണിറ്റിയാണ്. ഈ വാക്ക് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. മഹത് സത്യാഗ്രഹത്തിന്റെ സമ്മേളനം ചേരുന്ന സമയത്ത് ഞാൻ ഈ സത്യാഗ്രഹ സമ്മേളനത്തെ ഫ്രഞ്ച് വിപ്ലവകാലത്തെ സമ്മേളനത്തോട് ചേർത്ത് വയ്ക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഫ്രഞ്ച് വിപ്ലവമാണ് ഒരു പൊളിറ്റിക്കൽ സ്ട്രഗിളിന്റെ സ്ലോഗൻ എന്ന നിലയ്ക്ക് ആദ്യമായി ഫ്രറ്റേണിറ്റി, ലിബർട്ടി, ഇക്വാലിറ്റി ഉയർത്തിക്കൊണ്ടുവന്നത്. ഈ ഫ്രറ്റേണിറ്റിയുടെ അടിസ്ഥാനത്തിലല്ലാതെ വാസ്തവത്തിൽ നിങ്ങൾക്ക് രാഷ്ട്രീയ സാമൂഹിക സ്വാതന്ത്ര്യത്തെ നിലനിർത്താൻ കഴിയില്ല എന്നും, അതുകൊണ്ട് രാഷ്ട്രീയ സാമൂഹിക സ്വാതന്ത്ര്യം എന്നത് ഔപചാരികമായ നിയമക്രമങ്ങൾ എന്നതിനപ്പുറം മനുഷ്യരിൽ ആഴത്തിൽ നിലീനമായ ഒരു ധാർമ്മിക ബോധ്യം കൂടിയാകണം എന്നുമുള്ള ആശയമാണ് അദ്ദേഹം സന്നിവേശിപ്പിക്കാൻ ശ്രമിച്ചത്. ഈ ധാർമ്മിക ബോധത്തെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് അംബേദ്കർ വിശദീകരിക്കാനായിട്ട് ശ്രമിച്ചത്. അതുകൊണ്ട് ഭരണഘടന എന്ന് പറയുന്നത് ഒരു നിയമരേഖയായിട്ടോ ഭരണഘടന എന്ന് പറയുന്നത് ഒരു സാങ്കേതികമായ വകുപ്പുകളും ചട്ടങ്ങളുമായിട്ടോ മാത്രമല്ല മനസ്സിലാക്കപ്പെടേണ്ടത്. അത് ഒരു എത്തിക്കൽ പൊസിഷൻ മുമ്പോട്ട് വെക്കുന്നുണ്ട്. നിങ്ങൾ ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും സമഭാവനയോടെ പരിഗണിക്കാനും പെരുമാറാനും ആന്തരികമായി സജ്ജീകരിക്കപ്പെടുക എന്ന് ഭരണഘടന ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരോട് ആവശ്യപ്പെടുന്നുണ്ട്. ആ സജ്ജീകരണത്തിലൂടെ മാത്രമേ വാസ്തവത്തിൽ ഇന്ത്യ നേരിടുന്ന മെജോറിറ്റേറിയനിസത്തെ മറികടക്കാൻ കഴിയൂ. അദ്ദേഹം പറയുന്ന ഒരു കൗതുകമുള്ള പ്രയോഗമുണ്ട്. ഒരു ചാണകക്കൂനയ്ക്ക് മേലെ പടുത്തുയർത്തിയ കൊട്ടാരമാണ് വാസ്തവത്തിൽ ഇന്ത്യൻ ജനാധിപത്യം. ഈ ചാണകക്കൂന അന്ന് മുപ്പര് അന്ന് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ, ഭാവിക്ക് വേണ്ടിയുള്ള ഒരു പ്രയോഗമായിരിക്കണം. ഈ ചാണകക്കൂനയ്ക്ക് മേലിലാണ്. അത് നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ ഈ അടിസ്ഥാന മൂല്യത്തെ ഉയർത്തിക്കൊണ്ടുവരണം. ഇത് അദ്ദേഹം പറയുന്നുണ്ട്. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നത് സ്വാഭാവികമല്ല, ഇറ്റ് ഹാസ് ടു ബി കൾട്ടിവേറ്റഡ്. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഉണ്ടാക്കിയെടുക്കാനുള്ള വലിയ പരിശ്രമം നമ്മുടെ ഭരണനിർവഹണത്തിന്റെ ഓരോ ഘട്ടത്തിലും ഉണ്ടാകണം. അങ്ങനെ മാത്രമേ വാസ്തവത്തിൽ നമ്മുടെ ഭരണഘടനയുടെ മൂല്യത്തെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് കഴിയും. ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മൾ എന്ത് കാണുന്നു? നേരത്തെ രേഖയോടെ പറയുകയുണ്ടായി, ഒരു ജാഥ നടന്നാൽ വഴിവക്കിലുള്ള മുസ്ലിങ്ങളുടെ കടകളും വീടുകളും കത്തിച്ചു കളയുന്നതിനും പൊളിക്കുന്നതിനും അത് കാരണമാണെന്നും മടികൂടാതെ പറയുന്ന ഭരണകൂടങ്ങൾ നാർക്ക് നേരെ കാണുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങളൊരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളാണെങ്കിൽ നിങ്ങൾക്ക് പൗരാവകാശത്തിൽ തുല്യതയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന കാലമാണ്. ഈ പൗരത്വ നിയമത്തിലെ വകുപ്പുകളും ചട്ടങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അത് ഭരണഘടനാ അസംബ്ലി ചർച്ചകളിൽ ചർച്ച ചെയ്ത് തള്ളിയതാണ് ഓരോന്നും. ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്ന, ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന ആളുകളെ സ്വീകരിക്കണോ വേണ്ടേ എന്നൊരു ചർച്ച അക്കാലത്ത് വരുന്നുണ്ട്. ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നവരെ സ്വീകരിക്കാൻ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് വീണ്ടും തിരിച്ചു വരുന്ന ആളുകൾ അവരെ സ്വീകരിച്ചുകൂടാന്ന് വാദിക്കുന്നുണ്ട്. ഭരണഘടനാ അസംബ്ലി തള്ളിയതാണത്. തിരിച്ചു വരുന്ന ആരും ഇന്ന രീതിക്കുള്ളിൽ തിരിച്ചു വന്ന ആരെയും സ്വീകരിക്കും. അവരിവിടെ തങ്ങോട്ട് പോയവരാണോ, അവർ മുസ്ലിങ്ങളാണോ, അവർ ഹിന്ദുക്കളാണോ, ഇതൊന്നും പ്രശ്നമല്ല എന്ന് അന്തിമമായി തീർപ്പാക്കിയതാണ്. അങ്ങനെ ഭരണഘടനാ അസംബ്ലി എത്രയോ ദീർഘമായ ചർച്ചകളിലൂടെ, ഭരണഘടനാ അസംബ്ലിയുടെ ഏറ്റവും വലിയ മെച്ചം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ജനതയുടെ എല്ലാ വിഭാഗങ്ങളുടെയും വീക്ഷണങ്ങൾ ആകാവുന്നത്ര വിശദാംശങ്ങളോടെ പ്രതിപാദിക്കപ്പെട്ട ഒരു സമ്മേളനമായിരുന്നു ഭരണഘടനാ രൂപീകരണ സമ്മേളനം. ഇപ്പൊ
60 ദിവസവും മറ്റോ അത് സമ്മേളിച്ചു. ഒരു ദിവസം സമ്മേളിക്കുമ്പോൾ തർക്കം മൂലം അരമണിക്കൂർ സമ്മേളനം കാര്യമായി പ്രവർത്തിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം അരമണിക്കൂർ കൂടുതൽ ചേരും. ഇന്നിപ്പോ നിങ്ങൾക്കറിയാമല്ലോ, പാർലമെന്റ് എന്ന് പറയുന്നത് ചേരുന്ന സാധനമല്ല. പാർലമെന്റ് എന്ന് പറയുന്നത് ചേരുന്നു, ഇന്നത് എന്താ പറയാ, ഇതാണ് നിയമം എന്ന് പറയുന്നു, ഒച്ചയുണ്ടാക്കുന്നു, പാസ്സായതായി പ്രഖ്യാപിക്കുന്നു. ഇപ്പൊ നമ്മുടെ കർഷക നിയമം പാസ്സായത് രാജ്യസഭയിൽ വോട്ടിടാതെ പോലുമാണ്. പാർലമെന്ററി പ്രൊസീഡിംഗ് അനുസരിച്ച് ഒരു മെമ്പർ വോട്ട് ആവശ്യപ്പെട്ടാൽ, ഡിവിഷൻ ആവശ്യപ്പെട്ടാൽ വോട്ടെടുപ്പ് നടത്തണം. കേരളത്തിൽ നിന്ന് രാകേഷ് ഇളവരങ്കരിയും അന്ന് വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടതാണ്. അന്ന് രാജ്യസഭാ ചെയർമാൻ പാസ്സായതായി പ്രഖ്യാപിച്ചു, ശബ്ദവോട്ടോടെ. ഇപ്പൊ സബ്ജക്ട് കമ്മിറ്റി ചേരുന്നില്ല, സെലക്ട് കമ്മിറ്റി ചേരുന്നില്ല. ഒരു ബില്ല് അവതരിപ്പിക്കുന്നു, ആ ബില്ലിന്റെ വിശദാംശങ്ങൾ സഭ പഠിക്കുന്നില്ല, സഭയിൽ സൂക്ഷ്മമായിട്ട് ആലോചന നടക്കുന്നില്ല. ഭരണകൂടത്തിന്റെ, ഭരിക്കുന്ന പാർട്ടിയുടെ കേവലമായ വീക്ഷണം ഭൂരിപക്ഷ ബലത്തിൽ നടപ്പാക്കിയെടുക്കുന്നതിന്റെ പേരായിട്ട് ജനാധിപത്യം മാറിത്തീരുകയും ഫലത്തിൽ അംബേദ്കർ പറഞ്ഞ മെജോറിറ്റേറിയനിസം എന്താ പറയുക, ജനാധിപത്യത്തിന്റെ വേഷം കിട്ടി വരികയും ഫലത്തിൽ ജനാധിപത്യത്തെ റദ്ദാക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്.